ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഇതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് നല്ല പണിയാണ് കേട്ടോ. നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ട് അത് ഒന്നിങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് റൈസ് കുക്കറിൽ ആകെ ഇങ്ങനെ നിറഞ്ഞ് പൊന്തി ഇങ്ങനെ തൂവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. നമ്മൾ രാത്രി ഇങ്ങനെ എന്തെങ്കിലും മാവൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലത്തെ കാര്യം ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം, പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ ചൂടാറിയതിന് ശേഷമാണല്ലോ നമ്മൾ കാസറോളിലേക്കൊക്കെ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി അത് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് മാവൊക്കെ ഒന്ന് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നാൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് ഒന്ന് ആവിക്ക് വെക്കുകയാണ്. നല്ല ഈസിയാണല്ലോ അല്ലേ ഇഡ്ഡലി ഉണ്ടാക്കാൻ. ദോശ ഉണ്ടാക്കുന്ന പണി പോലുമില്ല. തട്ടിലേക്ക് മാവ് ഒഴിക്കുക, ആവി കയറ്റുക, അത്ര ഒരു പണി മാത്രമാണല്ലോ ഇഡ്ഡലിക്കുള്ളത്. എനിക്കിഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി സാമ്പാറിനേക്കാളിലും എനിക്കിഷ്ടം ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്നിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനതൊക്കെ ഒന്ന് റിമൂവ് ആക്കും, എന്നിട്ട് കാസറോളിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് മോന് സ്കൂളും പത്തൂന് മദ്രസയുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഇഡ്ഡലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമെന്നുള്ള ഇതിലാണ്. അപ്പം പിന്നെ ഓരോ ഇഡ്ഡലികളും ഇങ്ങനെ റിമൂവ് ആക്കി കാസറോളിൽ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തൂനെയൊക്കെ വിളിച്ച് അവരൊക്കെ റെഡിയായി വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ആകുമ്പോൾ ഒരു ഇഡ്ഡലിയൊക്കെ എങ്ങനെയെങ്കിലും കഴിക്കുകയുള്ളൂ. 9:30ക്കാണ് മദ്രസ. അപ്പോൾ ഒരു 9:15 ആകുമ്പോൾ പോകും. പിന്നെ പോയി വന്നിട്ടാണ് ശരിക്കുള്ള ഒരു ഫുഡൊക്കെ കഴിക്കുക. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവും. പിന്നെ ഞാൻ അവർ പോയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. ഞാൻ വെയിലാവുന്നതിൻ്റെ മുമ്പ് തന്നെ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ വേഗം തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ വേഗം തന്നെ മുറ്റടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടൊക്കെ തുടച്ച് പിന്നെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മോളെ ബെഡ് അവള് നന്നാക്കിയിടും. പിന്നെ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യമായിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റും. നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് അങ്ങനെ മാറ്റും. അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമാണ്. അപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം. പിന്നെ അതൊന്ന് വേഗം എടുത്താൽ നമുക്ക് അലക്കാനിടാമല്ലോ. എന്നാൽ പിന്നെ നമ്മളെ മറ്റ് ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും ഇത് അലക്കി അവിടെ റെഡിയായി നിന്നോളൂ. അപ്പോൾ അത് ആദ്യം ഒന്ന് മെഷീനിൽ കൊണ്ടിടണം. പിന്നെ ഞാൻ കുറച്ച് തുണികൾ തലേ ദിവസം മെഷീനിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് അലക്കി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി അതൊന്ന് ആറിയിടുകയും വേണം. പിന്നെ നമ്മളെ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ ഒന്ന് നമ്മളെ മെഷീനിലേക്ക് ഇടുകയും വേണം. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഡ്രസ്സുകളും പാത്രങ്ങളും ഒതുങ്ങിയാൽ തന്നെ നമ്മളെ വീടിന് നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം അലക്കാനുള്ളത് വേഗം അലക്കാനിടുക. അലക്കിയത് ആറിയിട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് മടക്കി വെക്കുക. പിന്നെ അലക്കിയത് ആറിയിടുന്നത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാരെ വൃത്തി നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല കറക്റ്റായിട്ട് കുടഞ്ഞ് അതൊന്ന് നിവർത്തി വിരിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഞാൻ അന്ന് കോഴിക്കോട് പോയപ്പോൾ കുറച്ച് പോട്ടുകളൊക്കെ വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഇന്നർ പോട്ട് എനിക്ക് വീട്ടിലിങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു പോട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇന്നർ പോട്ട് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഓരോ ചെടികളും ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. നമ്മൾ വെള്ളം നനക്കുമ്പോൾ അതൊന്നും പുറത്തേക്ക് വരിക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ചട്ടി വെച്ചതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് അടയാളം വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചട്ടി വെച്ചതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം ഈ ഒരു ചട്ടി അങ്ങോട്ട് നീക്കി വെക്കാൻ. അപ്പോൾ ആ ഒരു അടയാളം പോയി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ അപ്പം ചെയ്യുക. എവിടെയാണോ വൃത്തികേടായി കിടക്കുന്നത് അപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നത്തേക്ക് അത് വെക്കുമ്പോഴാണ് നമുക്ക് കുന്നുകൂടി പണി ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ എവിടെയാണോ വൃത്തികേടായിരിക്കുന്നത് അവിടെ അങ്ങ് നന്നാക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഒന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നുക. എവിടെയാണോ നാശമായി കിടക്കുന്നത് അവിടെ നന്നാക്കുക. ഇന്ന് താഴെ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടേ ഉള്ളൂ. ഇന്ന് മേലെ തുടക്കുക, എല്ലാം ക്ലീനാക്കുക, അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ താഴെ നമ്മളെങ്ങനെ ആയാലും പെട്ടെന്ന് ചെയ്യും. മേലേക്ക് എത്താൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് കേട്ടോ മേലെ തുടക്കുന്നത്.
പിന്നെ എന്താണ് എവിടെയാണ് നാശമായി കിടക്കുന്നത് അവിടെ അങ്ങ് വെറുതെ അങ്ങ് അടിച്ചെടുക്കും, ഇന്നൊന്നും അടിച്ചു വരും അങ്ങനെയൊന്നുമില്ല. മേലെ ഭാഗം പിന്നെ നാശമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇന്നലെ അടിച്ചാണെങ്കിൽ ഇന്ന് വീണ്ടും അടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഒന്നും ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാരവും വരില്ല. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യാതിരുന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് അടിച്ചു വരാനും തുടക്കാനും നിൽക്കുമ്പോഴാണ് ഭയങ്കര പണി വരിക. അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ മേലെ നിൽക്കേണ്ടി വരും. പിന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നെത്തളി മീനും പിന്നെ കുറച്ച് തിണ്ട മീനുമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെത്തൾ പൊരിക്കുകയും ചെയ്യുക, തിണ്ട മുളകിട്ട് കറിയും ആക്കുക, അങ്ങനെ വിചാരിച്ചിട്ടതാ ഞാൻ മീനൊക്കെ മസാല പുരട്ടിയെടുക്കുകയാണ്. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മീൻ മസാല തേക്കുമ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് അല്ലാത്ത ചട്ടിയിൽ നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒട്ടും അടിയിൽ പിടിക്കില്ല കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി, അപ്പോൾ ഒട്ടും അടിയിൽ പിടിക്കില്ല. പിന്നെ ഞാൻ നെത്തളി മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം ആയി കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോറ് നമുക്ക് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ചോറ് കുറച്ച് മുമ്പ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് മീൻ കറി വെക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, 2 ടീസ്പൂണോളം. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചേർത്തിട്ടില്ല. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളും, അടി പിടിക്കുകയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കേണ്ട ഒരാവശ്യവും വരില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മളെ തക്കാളി, ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വഴന്ന് വന്നോളും. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പുളി ഇടുന്നില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം പുളി അത്ര നല്ല സാധനമൊന്നുമല്ലല്ലോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തക്കാളി ഇട്ടാൽ മതിയാവും. പിന്നെ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കറീൻ്റെ മുഴുവൻ ടേസ്റ്റും അങ്ങ് പോവും. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പുളിയും ഉപ്പും പാകമാണോ എന്ന് നോക്കിയിട്ട് വേണം അടച്ചു വെക്കാൻ. പിന്നെ നമ്മൾ ആ കറി ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തിണ്ട മീൻ ഇങ്ങനെ മുളകിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്യുന്നതിലും തിണ്ട മീൻ കിട്ടിയാൽ ഞാൻ വേഗം തന്നെ അതിങ്ങനെ മുളകിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുക. അതിങ്ങനെ പഴുകുന്തോറും മീൻ കറിക്ക് ടേസ്റ്റ് കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ കുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുക. ആ വെച്ച ഉടനെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പിലയും വെച്ച് കൊടുത്ത് പിന്നെ ഇളക്കൊന്നും ചെയ്യാതെ അങ്ങ് മൂടി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെ നമുക്ക് കൂട്ടാം. പിന്നെ ഞാനിന്ന് ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്യാരറ്റ് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള ഉപ്പേരിക്കൊക്കെ കറിവേപ്പില നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കുക, പച്ചമുളകും ഇട്ട് കൊടുക്കുക, ഉപ്പും ഇട്ട് കൊടുക്കുക. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളിതിലേക്കൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം പിന്നെ ഇതിൻ്റെ ആ ഒരു
പച്ച സ്മെല്ലും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ നമ്മൾ ആ ക്യാരറ്റിൻ്റെ കളറൊന്നും മാറിപ്പോവില്ല. ഏത് പച്ചക്കറി ആയാലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു കളറ് നിലനിർത്താൻ പറ്റും കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്താൽ. പിന്നെ നമ്മളിതാ ലഞ്ചൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.